നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഗാനമേളയ്ക്കിടെ സംഘർഷം, ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവന് അപകടം വരുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് കേസ്. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. പെരിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു. ദേശീയപാതയിൽ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപമാണ് നാഷണൽ പെർമിറ്റ് ലോറിക്ക് തീപിടിച്ചത്. ദേശീയ അധ്യാപക പരിഷത്ത് 47ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മംഗലാപുരം നോർത്ത് MLA ഡോക്ടർ ഭരത് ഷെട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. LDFന്റെ ഉറച്ച കോട്ടയാണ് നീലേശ്വരം നഗരസഭ. 32 അംഗങ്ങളിൽ 21 LDFനാണ്. 10 അംഗങ്ങളാണ് UDFനുള്ളത്. BJPക്ക് ഒരംഗം പോലും ഇല്ലാത്ത നീലേശ്വരം നഗരസഭയിൽ SDPIക്ക് ഒരംഗമുണ്ട്. NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം പുഴയോരത്ത് കടിഞ്ഞിമൂല പാലത്തിന് സമീപത്ത് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. പ്രാദേശിക കാർഷിക ഗവേഷകൻ PV ദിവാകരൻ കടിഞ്ഞിമൂല പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് കഴക്കം ചേറ്റുകൊണ്ട് പ്രാദേശിക സമിതിയിൽ പെടുന്ന ചേറ്റുകൊണ്ട് മീത്തൽ വീട് തറവാട് ദേവസ്ഥാനത്തിൽ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളിലായി നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഗാനമേളയ്ക്കിടെ സംഘർഷം, ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവന് അപകടം വരുത്തുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് കേസ്. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നുള്ളിപ്പാടിയിൽ കാസർഗോഡ് ഫ്ലീ എന്ന യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ച ഗാനമേളയ്ക്കിടെയാണ് സംഘർഷമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. സംഘാടകരായ 5 പേർക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന മറ്റുള്ളവർക്കെതിരെയുമാണ് കേസ്. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് ടൗൺ പോലീസ് സ്വമേധയാ കേസെടുത്തത്. 3000 പേർക്കുള്ള അനുമതിയാണ് പോലീസ് നൽകിയത്. എന്നാൽ 20,000-ലധികം ആളുകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചുവെന്നും FIR-ൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഗായകൻ ഹനാൻ ഷായുടെ പാട്ട് കേൾക്കാനായി 10,000-ങ്ങളാണ് തടിച്ചുകൂടിയത്. 100 രൂപയായിരുന്നു ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റ് എടുത്തിട്ടും അകത്തേക്ക് കയറാൻ കഴിയാത്ത ആളുകൾ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. അകത്ത് കയറിയ ആളുകളെക്കാൾ ഏകദേശം 3 ഇരട്ടി പേർ പുറത്ത് തടിച്ചുകൂടിയിരുന്നു. പോലീസ് ഇടപെട്ട് പരിപാടി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് രംഗം സംഘർഷഭരിതമായത്. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി ചാർജ് നടത്തി. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരിൽ ഏറെയും. ആരുടെയും നില ഗുരുതരമല്ല. ചെറുകിട വ്യവസായങ്ങളെയും വനിതാ സംരംഭകരെയും കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബിസിനസ് സ്റ്റാളുകളും രാത്രികാല കലാപരിപാടികളും ഇതിന്റെ ഭാഗമായിരുന്നു. സമാപന ദിവസമായ ഞായറാഴ്ച രാത്രി ഗാനമേളയ്ക്കിടെ സംഘർഷമുണ്ടായി. സമാപന ദിവസമായ ഞായറാഴ്ച രാത്രിയോടെയാണ് ഗാനമേളയ്ക്കിടെ സംഘർഷമുണ്ടായത്. പോലീസിന്റെ സമയോചിതമായ ഇടപെടലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിൽ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി.
വിശദമായ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് വിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് DFO ജോസ് മാത്യു പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കൊടവലം നീരാളം കൈയിലെ മധുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിൽ പുലിയെ വീണ നിലയിൽ കണ്ടെത്തിയത്. കുളത്തിൽ ശബ്ദം കേട്ട് അന്വേഷിക്കാനെത്തിയ മാതാവ് ഉച്ചിരമ്മയാണ് പുലിയെ ആദ്യമായി കണ്ടത്. പൈപ്പിൽ അള്ളി പിടിച്ചു നിൽക്കുകയായിരുന്നു പുലി. വിവരമറിഞ്ഞ് വലിയ ജനക്കൂട്ടം കുളത്തിന് സമീപം തടിച്ചുകൂടി. നാട്ടുകാരുടെ വിവരത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി. ആനിമലിനെ ഇന്നലെ പുല്ലൂർ കൊടവലത്തു നിന്നുള്ള ഒരു കുളത്തു നിന്നാണ് റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെസ്ക്യൂ ചെയ്ത് നേരെ ഇവിടെ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് അതിന് ഫെർദറായിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പം കറണ്ട് ഇപ്പോൾ നമ്മുടെ ഒബ്സർവേഷനിലാണുള്ളത്. ആനിമലിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ വൂണ്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ബാക്കി അതിനുള്ള മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട്ലി ഇപ്പോൾ ആനിമൽ ഒബ്സർവേഷനിലാണുള്ളത്. ഇനി ഫെർദർ എന്തെങ്കിലും കാര്യങ്ങൾ മൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുകയാണ്. ആനിമലിന് ഏകദേശം ഒരു വയസ്സുള്ള ആനിമലാണ്, ഫീമെയിലാണ്. കണ്ണൂർ ആറളത്തു നിന്ന് വനം വകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ഇല്യാസ് രാത്രി തന്നെ സ്ഥലത്തെത്തി. കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസർ കെ രാഹുൽ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ NV സത്യൻ, RRT സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇരുമ്പുകൂട് വടം കെട്ടി ഇറക്കി പുലിയെ സുരക്ഷിതമായി കൂട്ടിനുള്ളിലാക്കി. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ഒടുവിലാണ് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. രാത്രിയിലും ജനക്കൂട്ടം തടിച്ചുകൂടിയതോടെ നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു. പിന്നീട് വാഹനത്തിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്താണ് ആളുകളെ മാറ്റിയത്. 2 വയസ്സുള്ള പുലിയാണ് കുളത്തിൽ വീണത്. ചികിത്സ ആവശ്യമെങ്കിൽ ലഭ്യമാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികളെന്ന് DFO പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊടവലം. പെരിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു. ദേശീയപാതയിൽ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപമാണ് നാഷണൽ പെർമിറ്റ് ലോറിക്ക് തീപിടിച്ചത്. ഓടിക്കൊണ്ടിരിക്കുന്ന നാഷണൽ പെർമിറ്റ് ലോറിക്ക് തീപിടിച്ചു. പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപത്തായിരുന്നു സംഭവം നടന്നത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. കാഞ്ഞങ്ങാട് നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിയ. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. തദ്ദേശപ്പോര്. LDFിന്റെ ഉറച്ച കോട്ടയാണ് നീലേശ്വരം നഗരസഭ. 32 അംഗങ്ങളിൽ 21 LDFിനാണ്. 10 അംഗങ്ങളാണ് UDFിനുള്ളത്. BJPക്ക് ഒരംഗം പോലുമില്ലാത്ത നീലേശ്വരം നഗരസഭയിൽ SDPIക്ക് ഒരംഗമുണ്ട്. എന്നും ഇടതിനു മാത്രം പിന്തുണച്ച നഗരസഭയാണ് നീലേശ്വരം. 32-ൽ 21 LDFിനാണ്. നിലവിലെ വൈസ് ചെയർമാൻ മുഹമ്മദ് റാഫിയാണ് ഇത്തവണ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥി. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF ഇത്തവണയും. നീലേശ്വരത്ത് നിലവിലുള്ള 32 വാർഡുകളിൽ ഇപ്പോൾ 21 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്ന 2 വാർഡ് ഉൾപ്പെടെ 34 വാർഡുകളാണ് നീലേശ്വരത്തുള്ളത് എന്നുള്ളത് കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒരു 24-25 സീറ്റുകളിലെങ്കിലും വിജയിച്ച് ഉജ്ജ്വലമായ മുന്നോട്ട് പോക്ക് ഉണ്ടാക്കിയെടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തൊക്കെ വികസന പ്രവൃത്തികൾ ഇപ്പോൾ നടന്നിട്ടുള്ളത്, അത് എന്ത് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നത്? ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നീലേശ്വരത്ത് നിർമ്മിച്ച മുനിസിപ്പൽ ഓഫീസ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ, ഏറ്റവും സൗകര്യം കൂടിയ മുനിസിപ്പൽ ഓഫീസാണ്. നീലേശ്വരത്തെ പഴയ ബസ് സ്റ്റാൻഡിന് പകരം ഞങ്ങൾ പുതുതായി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇനി അതിൻ്റെ യാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അത് അടിയന്തരമായിട്ടും പൂർത്തീകരിച്ച് ബസ്സുകൾ കയറി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും. നഗരസഭയിലെ വികസന മുരടിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ UDF കളത്തിലുള്ളത്. നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്നാണ് UDFിന്റെ അവകാശവാദം. കഴിഞ്ഞ 35 വർഷം
കേരളത്തെ പിറകോട്ടടിച്ച ഒരു ഗ്രാമപഞ്ചായത്തിന് തുല്യമാക്കിയ ഈ നഗരസഭയെ ഈ പ്രാവശ്യം ഐക്യജനാധിപത്യ മുന്നണി കൈകളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഗതാഗത യോഗ്യമില്ല. നമുക്കറിയാം, ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ തെരുവ്, അതുപോലെ തളിയിലമ്മൻ റോഡിൻ്റെ അവസ്ഥ, ശോചനീയാവസ്ഥ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം. നമുക്കറിയാം, തെരുവ് സാധാരണക്കാരൻ ജീവിക്കുന്ന സ്ഥലത്ത് റോഡ് വലിയ കൊട്ടി ആഘോഷിച്ച് MLA ഒക്കെ വന്ന് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും അത് പ്രാവർത്തികമാക്കാനും പൂർത്തീകരിക്കാനും കഴിയാതെ എന്നുള്ളത് തന്നെയാണ് ഈ നഗരഭരണത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. മത്സ്യ മാർക്കറ്റ് ഇല്ല എന്നത് തന്നെയാണ് നീലേശ്വരം നഗര ഏറ്റവും വലിയ പരാജയം. നമുക്കറിയാം, കൊട്ടി ആഘോഷിക്കപ്പെട്ട നമ്മുടെ ഹൈവേ റോഡ് ഇവിടെ കെട്ടി വലിയ മതിലാക്കി അതിലൊരു ഇടപെടൽ പോലും നടത്താൻ നഗരഭരണാധികാരിക്ക് സാധിച്ചില്ല. പിന്നെന്ത് ബസ് സ്റ്റാൻഡ്, പിന്നെന്ത് ബിൽഡിംഗ്. സാധാരണക്കാരന് എത്ര വലിയ ബിൽഡിംഗ്, മുനിസിപ്പൽ ഓഫീസിൻ്റെ ബിൽഡിംഗ് നേടിയിട്ട് എന്ത് കാര്യം? സാധാരണക്കാരന് എന്ത് ചെയ്യണം? ഒരു ഗതാഗതമാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു സീബ്ര ലൈനില്ലാതെ ഇന്ത്യയിലെ ഏക നഗരസഭ എന്ന പേര് നീലേശ്വരത്തിലാണ്. അത് മാറ്റം മുറിക്കപ്പെടും. നീലേശ്വരത്ത് നല്ലൊരു ഭരണം ഐക്യജനാധിപത്യ മുന്നണി നേടും. 34 വാർഡുകളിലായി കോൺഗ്രസിൻ്റെയും UDFിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും LDFിന്റെ കുത്തക നഗരസഭ പിടിച്ചെടുക്കാൻ UDF ഇത്തവണ വിയർപ്പൊഴുക്കേണ്ടി വരും. നീലേശ്വരം നഗരസഭയിൽ BJPക്ക് ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്നതും കൗതുകത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. അജാനൂർ പഞ്ചായത്ത് 15-ാം വാർഡ് കിഴക്കുംകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. കിഴക്കുംകരയിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ K സബീഷ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് 15-ാം വാർഡ് കിഴക്കുംകര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കിഴക്കുംകരയിൽ CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മടിക്കൈ ഡിവിഷൻ സ്ഥാനാർത്ഥിയുമായ K സബീഷ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 10 വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്ന സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് എന്നതാണ്. ഞാൻ ഇന്നലെ പുല്ലൂർപ്പെരിയയിൽ 2 വാർഡ് നമ്മളെ ഈ ഡിവിഷനിലുണ്ട്. രാവിലെ മാക്കരങ്കോട്ട് പോയി, അവിടെ ഹരിപുരം വാർഡിന്റെ, അതിനുശേഷം വിഷ്ണുമംഗലം വാർഡിലാണ് പോയത്. പ്രഭാകരന്റെ വീട്ടിന്റെ മുകളിലേക്കാണ് പോയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ കുറെ ആളുണ്ട്. അപ്പൊ ഞാൻ ഈ തൊഴിലുറപ്പിന്റെ കാര്യമെല്ലാം ചോദിച്ചിട്ട് നല്ല ചോദിച്ചാലോ പെൻഷൻ കിട്ടിയിട്ടെന്ന് ചോദിച്ചു. അവന് പെൻഷൻ കിട്ടി. ഞാൻ പിന്നെന്തെന്ന് വേണ്ടത്? അല്ല, ഇനിയും വേണം. ഇപ്രാവശ്യം 3600 ആക്കിയനി. അപ്പൊ എല്ലാ മാസവും 3600 തരണം. എല്ലാ മാസവും 3600 തരണം എന്നൊരു അമ്മ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ 2000 തന്നിട്ടുണ്ട്, 1600 ഒരു മാസത്തെ കുടിശ്ശിക. ഇങ്ങ് ബേജാറാക്കണ്ട. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് അത് 2500. K മോഹനൻ അധ്യക്ഷത വഹിച്ചു. CPI നേതാവ് A ദാമോദരൻ, സ്ഥാനാർത്ഥികളായ മൂലക്കണ്ടം പ്രഭാകരൻ, K ബിന്ദു, CPIM അജാനൂർ ഫസ്റ്റ് ലോക്കൽ സെക്രട്ടറി K വിശ്വനാഥൻ, K മീന എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥികളെ യോഗത്തിൽ ഷോളണിയിച്ച് സ്വീകരിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഭരണസമിതിയിൽ വാർഡിൽ നിന്നും വിജയിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച K മീനയെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. V നാരായണൻ സ്വാഗതം പറഞ്ഞു. LDF 15-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായി K മോഹനെയും കൺവീനറായി V നാരായണനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. രാമഗിരിയിൽ നടന്ന കൺവെൻഷൻ ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് 4-ാം വാർഡ് LDF കൺവെൻഷൻ നടന്നു. രാമഗിരിയിൽ നടന്ന കൺവെൻഷൻ ശിവജി വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്താകമാനം ജനങ്ങൾ ഏറ്റെടുക്കുന്ന ആവേശകരമായ കാഴ്ച കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുക, ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് എത്ര MP മാരുണ്ട് എന്നതായിരിക്കാം. പക്ഷെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് ലോക്സഭയിലോ രാജ്യസഭയിലോ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഇന്ത്യയിൽ എത്ര സംസ്ഥാനത്ത് ഇടതുപക്ഷം ഭരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം കൃത്യമാണ്, ആകെ ഒരു സംസ്ഥാനത്താണ്. പക്ഷെ ഈ രാഷ്ട്രീയം, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ നമുക്കെല്ലാം ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വലിയ സംവിധാനം കൊണ്ടുവന്ന് BJPയെ പ്രതിരോധിച്ചിരുന്നില്ലെങ്കിൽ ഈ 2025 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു. പ്രകാശൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പെരിയാർ ഡിവിഷൻ സ്ഥാനാർത്ഥി സോയ KK,
ബ്ലോക്ക് പഞ്ചായത്ത് ചിത്താരി ഡിവിഷൻ സ്ഥാനാർത്ഥി രതീഷ് വെള്ളംതട്ട, അജാനൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് സ്ഥാനാർത്ഥി ദീപ പ്രവീൺ, KV കൃഷ്ണൻ, P കൃഷ്ണൻ, P മിനി, T ശാന്തകുമാരി, K പവിത്രൻ, കരുണാകരൻ കരിമ്പിൽ, K വേണു എന്നിവർ സംസാരിച്ചു. A പവിത്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. അനീഷ് രാമഗിരി, B മാധവൻ, ബാലകൃഷ്ണൻ KK, ഹരീഷ് കൊട്ടിലങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ഭാരവാഹികളായി ചെയർമാനായി പ്രകാശൻ പള്ളിക്കാപ്പിലിനെയും സെക്രട്ടറിയായി A പവിത്രൻ മാസ്റ്ററെയും കൺവെൻഷനിൽ വെച്ച് തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ വെച്ച് രാവണേശ്വരം വിനോദ വികസന കലാകായിക കേന്ദ്രം രാമഗിരി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച RSL ഫുട്ബോൾ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണം P കൃഷ്ണൻ കോടാട്ട് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം പുഴയോരത്ത് കടിഞ്ഞിമൂല പാലത്തിന് സമീപത്ത് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. പ്രാദേശിക കാർഷിക ഗവേഷകൻ PV ദിവാകരൻ കടിഞ്ഞിമൂല പരിപാടി ഉദ്ഘാടനം ചെയ്തു. NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നീലേശ്വരം പുഴയോരത്ത് കടിഞ്ഞിമൂല പാലത്തിന് സമീപത്ത് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. NCC ദിനത്തിൽ പുഴയോര സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഭ്രാന്തൻ കണ്ടൽ, കമ്മട്ടി, കുറ്റിക്കണ്ടൽ, ഉപ്പുചുള്ളി, ചക്കരക്കണ്ടൽ എന്നീ ഇനങ്ങളിൽപ്പെട്ട 200 കണ്ടൽ തൈകൾ നട്ടത്. പ്രാദേശിക കാർഷിക ഗവേഷകൻ PV ദിവാകരൻ കടിഞ്ഞിമൂല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡേയോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ വളരെ ഏറെ നല്ലൊരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുക എന്നത് കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ഒരു കാലത്ത് അനിവാര്യമാണ്. ആഗോളതാപന നിയന്ത്രണത്തിനും അതുപോലെ തന്നെ എത്ര മാരകമായ വിഷാംശങ്ങളെയും വെള്ളത്തിലായാലും വായുവിലായാലും വിഷാംശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മളെ എല്ലാ ജീവജാലങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഈ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിക്കാൻ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ NCC വിഭാഗം തയ്യാറായതിൽ ഈ അവരെ മുക്തവണ്ണം പ്രശംസിക്കുകയാണ്. കണ്ടൽ ചെടികളും തീരസംരക്ഷണവും എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു. അസോസിയേറ്റ് NCC ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് അധ്യക്ഷത വഹിച്ചു. K സ്നേഹ സ്വാഗതവും MP മായാലക്ഷ്മി നന്ദിയും പറഞ്ഞു. P അപർണ, KV ദേവപ്രിയ, M ശ്വേത, വിനോദ്, C ദൃശ്യ സുകുമാരൻ, പൂജാമൃത ബിജു, PK സങ്കീർത്ത്, M സിദ്ധാർത്ഥ് എന്നിവർ നേതൃത്വം നൽകി. കണ്ടൽ കാടുകൾക്ക് തീരദേശ സംരക്ഷണം, ജൈവ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കൽ എന്നിവ ഉൾപ്പെടെ നിരവധി പ്രാധാന്യങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാലക്കുന്ന് കഴകം ചേറ്റുകൊണ്ട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന ചേറ്റുകൊണ്ട് മീത്തൽ വീട് തറവാട് ദേവസ്ഥാനത്തിന്റെ വയനാട്ട് കുലവൻ തെയ്യങ്കെട്ട മഹോത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളായി നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് കഴകം ചേറ്റുകുണ്ട് പ്രാദേശിക സമിതിയിൽപ്പെടുന്ന ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് ദേവസ്ഥാനത്തിൽ വയനാട്ടുകുലവൻ തേംകെട്ട് നടത്തിപ്പിനുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ ചേറ്റുകുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഈ തറവാട്ടിൽ ഒരു തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നു. ആ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ആഘോഷ കമ്മിറ്റിയാണ് ഇവിടെ നടക്കുന്നത്. മനുഷ്യനും ദൈവത്തിനും ഒക്കെ മോശപ്പെട്ട കാലം വരും. അപ്പോഴാണ് നമ്മൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നത്. നമ്മുടെ സങ്കടങ്ങളൊക്കെ ജ്യോത്സ്യന്മാരോട് പറയും. ഒരു പ്രശ്നം വയ്ക്കും, പ്രശ്നത്തിന് പരിഹാരം ജ്യോത്സ്യന്മാർ നിർദ്ദേശിക്കും. ആ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ ഓരോ കുടുംബങ്ങൾ, തറവാടുകൾ, ആ തറവാടുകളുടെ ആരാധനാമൂർത്തികൾ അവിടെയൊക്കെ ജീർണത സംഭവിക്കുമ്പോൾ, കാലപ്പഴക്കം വരുമ്പോൾ, ആരാധനാ സമുദായത്തിന് മുടക്കം വരുമ്പോൾ ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളിലായാണ് തെയ്യംകെട്ട് മഹോത്സവം നടക്കുന്നത്. മാർച്ച് 2 രാത്രി 8 മണിക്ക് കൂവമളക്കും. ചേറ്റുകുണ്ട് പ്രാദേശിക സമിതി പരിധിയിൽ ആദ്യമായാണ് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് നടക്കുന്നത്. ജ്യോത്സ്യൻ ഇരിയ രാജേഷ് പ്രശ്നചിന്ത നടത്തി. തറവാടങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് M കുമാരൻ, വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, വാർഡ് അംഗം K അബ്ബാസ്, BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി, BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ഉത്തര മലബാർ തീയ സമുദായ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ, CH നാരായണൻ,
ഉദയമംഗലം സുകുമാരൻ, ബഷീർ, കെ സുകുമാരൻ, അഷ്റഫ് ഗീക്കാൻ, കൃഷ്ണൻ, ദിനേശൻ ചിത്താരി, കൃഷ്ണൻ ചട്ടഞ്ചാൽ, പി രാജൻ, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട്, രാജു ഇട്ടമൽ എന്നിവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ഫണ്ടിലേക്കുള്ള ആദ്യ ഗഡു തറവാട് പ്രസിഡന്റ് നാരായണൻ കൊളത്തുങ്കാൽ കമ്മിറ്റിക്ക് കൈമാറി. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായി ഉദയമംഗലം സുകുമാരനെ ചെയർമാനായും പി കെ രാജേന്ദ്രനാഥിനെ വർക്കിംഗ് ചെയർമാനായും സുകുമാരൻ ചേറ്റുകുണ്ടിനെ ജനറൽ കൺവീനറായും ശശി കൊളവയലിനെ ട്രഷററായും പി രാജൻ, പ്രേംകുമാർ മീത്തൽ എന്നിവരെ വർക്കിംഗ് കോർഡിനേറ്റർമാരായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചേറ്റുകുണ്ട്. കാസർഗോഡ് സിനിമാസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 ഡിസംബർ 7-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് സിനിമാസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഷാജി എൻ കരുൺ കേരള സംസ്ഥാന ഷോർട്ട് ഫിലിം ഫെസ്റ്റ് 2025 ഡിസംബർ 7-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ നടക്കും. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമായി നിരവധി മികച്ച ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കപ്പെടും. ജൂറി ചെയർമാനും പ്രശസ്ത ചലച്ചിത്ര സംവിധായകനുമായ രാജസേനൻ ചടങ്ങിൽ തെരഞ്ഞെടുത്ത 10 ചിത്രങ്ങൾക്ക് 20-ൽ പരം അവാർഡുകൾ സമ്മാനിക്കും. കാസർഗോഡ് സിനിമാസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസിയിൽ ചേർന്ന് ഷാജി എൻ കരുണിന്റെ പേരിൽ കേരള സംസ്ഥാനതല ഷോർട്ട് ഫിലിം ഫെസ്റ്റ് കാഞ്ഞങ്ങാട് സംഘടിപ്പിക്കുകയാണ്. കേരളത്തിലെ അകത്തും പുറത്തുമായ ഒട്ടനവധി ഹ്രസ്വചിത്രങ്ങൾ ഈ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 10ഓളം ചിത്രങ്ങൾ 2025 ഡിസംബർ 7-ന് കാഞ്ഞങ്ങാട് ബിഗ് മാൾ റെസിഡൻസി പ്രദർശിപ്പിക്കുകയും അതിൻ്റെ ജൂറി ചെയർമാനായി പ്രശസ്ത സംവിധായകൻ ശ്രീ രാജസേനൻ സാർ പങ്കെടുക്കുകയും 21ഓളം അവാർഡുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി രഞ്ജിരാജ് കരിന്തളം, വൈസ് പ്രസിഡന്റ് സുമേഷ് നാരായണൻ, ട്രഷറർ നിഷാന്ത് തലയെടുക്കം, ജോയിന്റ് സെക്രട്ടറി വിനോദ് കണ്ണോൽ, ഹാരിസ്, ബിഗ് മാൾ പ്രതിനിധികളായ ഖാലിദ് സി പാലക്കി, സഹൽ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR സംരംഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ എമർജൻസി മൊബൈൽ മെഡിക്കൽ മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് വാഹനം കൈമാറി. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ CSR സംരംഭത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ എമർജൻസി മൊബൈൽ മെഡിക്കൽ മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് ആശുപത്രിയുടെ എമർജൻസി ആവശ്യങ്ങൾക്കായുള്ള വാഹനം കാഞ്ഞങ്ങാട് RDO ഡെപ്യൂട്ടി കളക്ടർ ബാലഗോപാലൻ മുഖേന DMO ഡോക്ടർ രാംദാസ് AVക്ക്, സൂപ്രണ്ട് ഡോക്ടർ ജീജ MP-യുടെയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് മാനേജർ ജോസ് സെബാസ്റ്റ്യന്റെയും സാന്നിധ്യത്തിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കോഴിക്കോട് റീജിയണൽ ഹെഡ് AC ഉഷ കൈമാറി. കാഞ്ഞങ്ങാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടൊരു വണ്ടി കൊടുക്കാൻ പറ്റിയതിൽ യൂണിയൻ ബാങ്ക് നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ഒരു അവസരം തന്നതിന്. ഞങ്ങളിതുപോലെയുള്ള CSR ആക്ടിവിറ്റീസ് യൂണിയൻ ബാങ്ക് സോഷ്യൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് വഴി എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. വയനാട് ഈ ഫ്ലഡ് വന്നപ്പോഴും അല്ലെങ്കിലും ഞങ്ങളുടെ വയനാട് മെഡിക്കൽ ഹോസ്പിറ്റലിനും ബാക്കി നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ ഹോസ്പിറ്റലിനും ഒക്കെ നമ്മൾ ഇതുപോലെയുള്ള ഉദ്യമങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു ചെറിയ തോതിലുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ കേശദാനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെയും മറ്റ് ക്ലബ്ബുകളുടെയും നേതൃത്വത്തിലാണ് കേശദാനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപികമാരായ R മഞ്ജു, S സനിത, സുബിതാശ്വതി, വിദ്യാർത്ഥികളായ കൃഷ്ണനന്ദ PV, ദേവനന്ദ VV, റംലത്ത് T, വിസ്മയ MS, അനാമിക ബാലകൃഷ്ണൻ, ചിന്മയി ബാബുരാജ് തുടങ്ങിയവരും കേശദാനം നടത്തിയത് മറ്റ് വിദ്യാർത്ഥികൾക്കും പ്രചോദനമായി. കൂടാതെ വിവിധ വനിതാ കൂട്ടായ്മകളിൽ നിന്നുമായി 25 പേരുടെ മുടികളാണ് ക്യാൻസർ രോഗികൾക്ക് സൗജന്യ വിഗ് നിർമ്മിക്കുന്നതിനായി ശേഖരിച്ചത്. മുടി നൽകുന്നവർ ചെയ്യുന്ന നന്മയും ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന മാനസിക വിഷമവും നാം ഓരോരുത്തരും
കേശദാന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കാഞ്ഞങ്ങാട് മയൂരി ബ്യൂട്ടി പാർലർ ഉടമയും ചീഫ് ബ്യൂട്ടീഷ്യനും ഹെയർ സ്റ്റൈലിസ്റ്റുമായ അനിത ബാബുവിന്റെയും അജിത പ്രകാശിന്റെയും നേതൃത്വത്തിൽ ശേഖരിച്ച മുടി തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അസോസിയേറ്റ് ഡയറക്ടർക്ക് കൈമാറും. പ്രിൻസിപ്പൽ PS അരുൺ അധ്യക്ഷത വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ R മഞ്ജു, കാസർഗോഡ് ടൗൺ ക്ലസ്റ്റർ കോർഡിനേറ്റർ P സമീർ സിദ്ദീഖി, സീനിയർ അസിസ്റ്റന്റ് ശാരദ, PTA എക്സിക്യൂട്ടീവ് അംഗം PV ബാലകൃഷ്ണൻ, പിങ്ക് പോലീസ് അംഗങ്ങളായ ശ്രീദേവി പ്രശാന്തി, അധ്യാപകരായ K അർച്ചന, CM പ്രജീഷ്, സിന്ധു P രാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തളിപ്പറമ്പിലെ സോഷ്യലിസ്റ്റ് നേതാവ് P നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. മാതൃഭൂമി കാഞ്ഞങ്ങാട് സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണന്റെ പിതാവാണ്. കിസാൻ ജനത മുൻ ജില്ലാ പ്രസിഡന്റ്, RJD മുൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ്, PSP പരിയാരം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി, PSPയുടെയും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി, കിസാൻ ജനത ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം തളിപ്പറമ്പ് ആട്ടിക്കുംപാറ ശ്മശാനത്തിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഗാനമേളയ്ക്കിടെ സംഘർഷം, ഒഴിവായത് വൻ ദുരന്തം. സംഭവത്തിൽ സംഘാടകർക്കെതിരെ ടൗൺ പോലീസ് കേസെടുത്തു. പോലീസ് മുന്നറിയിപ്പ് അവഗണിച്ചതിനും മനുഷ്യജീവന് അപകടം വരുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ചതിനുമാണ് കേസ്. പുല്ലൂർ കൊടവലത്തെ വീട്ടുപറമ്പിലെ കുളത്തിൽ വീണ പുലിയെ വനം വകുപ്പ് കൂട്ടിലാക്കി. പുലിയെ വനം വകുപ്പിന്റെ വാഹനത്തിൽ കാഞ്ഞങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. പെരിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിക്ക് തീപിടിച്ചു. ദേശീയപാതയിൽ കേന്ദ്ര സർവകലാശാലയ്ക്ക് സമീപമാണ് നാഷണൽ പെർമിറ്റ് ലോറിക്ക് തീപിടിച്ചത്. ദേശീയ അധ്യാപക പരിഷത്ത് 47ാം സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. മംഗലാപുരം നോർത്ത് MLA ഡോക്ടർ ഭരത് ഷെട്ടി യോഗം ഉദ്ഘാടനം ചെയ്തു. LDFന്റെ ഉറച്ച കോട്ടയാണ് നീലേശ്വരം നഗരസഭ. 32 അംഗങ്ങളിൽ 21 LDFനാണ്. 10 അംഗങ്ങളാണ് UDFനുള്ളത്. BJPക്ക് ഒരംഗം പോലും ഇല്ലാത്ത നീലേശ്വരം നഗരസഭയിൽ SDPIക്ക് ഒരംഗമുണ്ട്. NCC 32 കേരള ബറ്റാലിയൻ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം പുഴയോരത്ത് കടിഞ്ഞിമൂല പാലത്തിന് സമീപത്ത് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ചു. പ്രാദേശിക കാർഷിക ഗവേഷകൻ PV ദിവാകരൻ കടിഞ്ഞിമൂല പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് കഴക്കം ചേറ്റുകുണ്ട് പ്രാദേശിക സമിതിയിൽ പെടുന്ന ചേറ്റുകുണ്ട് മീത്തൽ വീട് തറവാട് ദേവസ്ഥാനത്തിൽ വയനാട്ട് കുലവൻ തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിൽ 7 മുതൽ 9 വരെ തീയതികളിലായി നടക്കും. ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.